ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനത് പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും അല്ലേ എന്താ നമ്മളെ ഡിഷെന്ന്. അതെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെന്ന മസാല ഗ്രേവിയാണ്. അപ്പോൾ ഈ ചെന്ന മസാല ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല നമുക്ക് ഉണ്ടാകേണ്ട കയ്യിൽ, അതായത് ബ്രൗൺ അല്ല വൈറ്റ് കടലയാണ് നമ്മളെ കയ്യിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ വൈറ്റ് കടല ഏകദേശം ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ വേവിക്കാൻ പോകുന്നത്. വേവിക്കുന്നത് ആ വെള്ളം മാറ്റിയതിന് ശേഷം ഞാൻ കടലയെല്ലാം കുക്കറിലിട്ടിട്ട് കുറച്ച് അല്പം ഒരു ഉപ്പിട്ടിട്ട് കടല മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 5 മുതൽ 6 വിസിൽ വരെ കുക്കറിൽ വേവിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ കടല കുക്കറിൽ 6 വിസിൽ വരെ മാക്സിമം വെക്കണം. കഴിയും 5 അല്ലെങ്കിൽ 6 വിസിൽ വരെയാണ് നമ്മളെ കടല വേവിക്കേണ്ടത്. അപ്പം ഞാനിവിടെ 6 വിസിലിന് വെച്ചിട്ടുണ്ട്. ഇതാ കടല ഇപ്പോൾ നല്ല ചൂടിലാണുള്ളത്. ഞാനിപ്പോൾ മൂടി തുറന്നിട്ട് കടല സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പോലെ കോക്കനട്ട് ഓയിൽ തന്നെ ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എടുക്കാം. അപ്പോൾ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ആ ഓയിലൊന്ന് ചൂടായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ മസാലയാക്കാൻ വേണ്ടിയിട്ട് 2 ഉള്ളിയാണ് ആവശ്യം. അത് വലിയ ഉള്ളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്ക് മുറിച്ചെടുക്കാം. കുനുകുനുഹന്ന് വേണ്ടിക്ക് മുറിക്കുക, അല്ലെങ്കിൽ ബോക്സ് ആയിട്ട് മുറിക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളി വാട്ടിയതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളീൻ്റെ ഷേപ്പിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പേസ്റ്റായിട്ടല്ല ഞാൻ ആഡ് ചെയ്യുന്നത്. 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സെയിം അളവ് തന്നെയാണ് ഉള്ളീൻ്റെത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് 2 വലിയ ഉള്ളിയാണ് പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ മീഡിയം സൈസ് തക്കാളിയെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാലാസ് എല്ലാം ചേർത്ത് കൊടുക്കാം. മസാലാസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. മസാലാസ് ഞാൻ ആദ്യം തന്നെ ടെർമറിക് പൗഡറും അതിൻ്റെ കൂടെ റെഡ് ചില്ലി പൗഡറും കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ജീര മസാലയും അതിൻ്റെ കൂടെ നമ്മൾ കൊറിയാൻഡർ പൗഡറും അതിൻ്റെ കൂടെ നമ്മൾ ഗരം മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ടീസ്പൂണും 1.5 ടീസ്പൂണിൻ്റെ അളവിലുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആട്ട് ടെർമറിക് മാത്രം അതിലും കുറവേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാ മസാലാസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം തണിയാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മളിവിടെ റെഡ് ചില്ലി പൗഡർ, അതായത് നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തുകൊണ്ട് ഓൾറെഡി നമ്മളിത് വഴറ്റിയതുകൊണ്ട് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്തെടുത്ത ഗ്രേവിക്ക് നല്ല കളർ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി എടുത്തത് കൊണ്ട് നല്ല റെഡ് കളറായിട്ട് നമുക്ക് കിട്ടും. അതാകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല, ബട്ട് കളർ ഉണ്ടാകും. അപ്പം നമുക്കിതിന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം ആ സെയിം പാൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പാന് ചൂടായതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഓയിൽ ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കണം.
മസാലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീരകം ആഡ് ചെയ്യണം, അതിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ കൂടെ സ്റ്റാർ ചെറുങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബേ ലീഫും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. ജീരകം സാധാരണ ജീരകം കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മൾ ആ ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി ആ മിക്സിയിൽ കുറച്ചുണ്ടാകുന്ന ആ ഗ്രേവീൻ്റെ മിക്സ് ഉണ്ടാവല്ലോ, അതൊരല്പം വെള്ളം ആഡ് ചെയ്തിട്ട് ആ ഗ്രേവീൻ്റെ പറ്റൊക്കെ ആ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം, മിക്സ് ചെയ്തുകൊണ്ട് ചൂടാക്കിയെടുക്കാം. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ വെള്ളം അടക്കമാണ് കടല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഓൾറെഡി നമ്മൾ കടല വേവിക്കുമ്പോൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഗ്രേവിക്ക് മാത്രം ഉള്ളത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ആ കടലയും ഗ്രേവി ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമുക്കൊരു കുറച്ച് കടല എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജെർക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ആ കടല നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ സീക്രട്ട് ടിപ്പ് എൻ്റെ ചെന്ന മസാലേൻ്റെ. കാരണം എന്നേരമാണ് നമ്മൾ ആ ചെന്ന മസാല നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരിക. അപ്പം ഞാൻ 2 സ്പൂണിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റും അധികമൊന്നും എടുക്കുന്നില്ല, 2 സ്പൂണിൻ്റെ അളവിൽ കടല എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബേ ലീഫിൻ്റെ പീസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ നിന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കടല ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ചേർക്കാണ്ട് കേട്ടോ അരച്ചെടുക്കുന്നത്. എന്ന് വെച്ചിട്ട് നല്ല നൈസായിട്ടൊന്നും അരക്കണ്ട, ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്കിത് ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തിട്ട് മെല്ലനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കാരണം അല്ലെങ്കിൽ തിക്കായി തന്നെ നിൽക്കും. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ടൊന്നിത് ചൂടാക്കിയെടുക്കുക ഗ്രേവി. ഈ കടല മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ട് ഈ ഒരു മോഡലിലാണ് കേട്ടോ ചെന്ന മസാല ഉണ്ടാകേണ്ടത്. അപ്പോൾ തിക്കായി വന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് മുമ്പേ നിങ്ങളെ കയ്യിൽ കൊറിയാണ്ടർ ലീഫ് ഉണ്ടെങ്കിൽ, നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു കൈപ്പിടീൻ്റെ അളവിൽ മല്ലിച്ചപ്പ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല, അതിന് പകരം ഞാൻ അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായ കരിവേപ്പില മാത്രം ഒരല്പം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അപ്പം നമ്മൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെന്ന മസാല ഗ്രേവിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ വീട്ടിലാക്കാറെന്ന് എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. വളരെ സിമ്പിളായിട്ടുള്ള, അതുപോലെ തന്നെ ഇത് തിക്ക് ഗ്രേവി ആകാൻ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി റെസിപ്പി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് കമൻറ്റിൽ പറയണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.